K.C. Venugopal ji, K. Sudhakaran ji, V.D. Satishan ji, Adur Gopalakrishnan ji, and the award winner, T. Padmanabhan ji. Brothers and sisters, friends from the media, I'd like to welcome all of you here. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Politicians are quite funny variety of people. So I just pointed out something that's very interesting that I always struggle with. രാഷ്ട്രീയക്കാർ പൊതുവെ പ്രത്യേക തരത്തിലുള്ള ഒരു തമാശക്കാരായ ആൾക്കാരായിട്ടാണ് കാണുന്നത്. So this huge loudspeaker is always facing us. ഈ വലിയ ലൗഡ് സ്പീക്കർ എപ്പോഴും ഞങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. Instead of facing the crowd, because we like to hear ourselves speak. ഞങ്ങളെപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ്. Every time I go there, I have to turn the speakers the other way. എല്ലായ്പ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ അത് മറുവശത്തേക്ക് തിരിച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. And I think in today's India, it is very important that the speaker is allowed to be turned the other way. സമകാലിക ഇന്ത്യയിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സ്പീക്കർ ജനങ്ങൾക്ക് നേരെ തിരിച്ചു വെക്കണമെന്നാണ്. Because if you look at our leadership in Delhi, all the loudspeakers and cameras are pointed in this direction. എന്തുകൊണ്ടെന്നാൽ ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ ലൗഡ് സ്പീക്കറും ഭരണാധികാരികൾക്ക് നേരെ മാത്രം തിരിച്ചു വെച്ചിരിക്കുന്നതാണ്. There's of course a big difference between Padmanabhan ji and us. It is much easier for him to speak the truth than it is for the politicians. ടി പത്മനാഭൻ ജിയും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറെ കൂടി നിർഭയമായി ആർജവത്തോടെ സത്യം സംസാരിക്കാൻ പറ്റും, നമ്മളെക്കാളും അധികം. And that is something that he has done his whole life without exception. തന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം നിലകൊണ്ടിരുന്നത്, അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്, സത്യം സംസാരിക്കുക എന്നുള്ളത്. And I think that is why we are giving him this award today, because whatever comes into his mind, whatever comes into his heart, he is ready to put on a piece of paper. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്താണ് വരുന്നത്, അദ്ദേഹത്തിന് എന്താണ് നിർഭയമായി സംസാരിക്കാനുള്ളത്, അതാണ് അദ്ദേഹം തന്റെ ഹൃദയത്തിലും തന്റെ പേനയിലും കൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And as politicians, we should aspire to be like writers, that whatever comes in our mind, whatever truth comes in our mind, we put it in front of the people. നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്, നമ്മൾക്ക് എന്ത് സത്യമാണ് പറയാനുള്ളത്, അത് നമ്മൾ എപ്പോഴും ജനങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറായിരിക്കണം. It's a much harder job because people tend not to like the truth. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്, കാരണം പലപ്പോഴും ജനങ്ങൾക്ക് സത്യം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുകയില്ല. But nations are built on truth. They can never be built on a lie. പക്ഷേ രാഷ്ട്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിന്റെ മുകളിലാണ്. ഒരിക്കലും ദേശരാഷ്ട്രങ്ങൾ നുണകൾക്ക് മുകളിൽ കെട്ടിപ്പടുത്താൻ കഴിയുന്നതല്ല. And I think that is one lesson that our founding fathers taught better than anybody else. എനിക്ക് തോന്നുന്നത് അതാണ് നമ്മുടെ രാഷ്ട്ര നേതാക്കൾ, നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാതാക്കൾ അതാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റെല്ലാവരെക്കാളും കൂടുതലായിട്ട് അവർ നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചതും അതാണ്. Truth takes time, it takes perseverance, it takes patience, but eventually truth is much more powerful than lies. സത്യം പുറത്തു വരാൻ ഒരുപാട് സമയമെടുക്കും. സത്യത്തിന് നമ്മൾ സത്യത്തോട് ക്ഷമ കാണിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒടുവിൽ എല്ലാത്തിനും അവസാനം ജയിക്കുന്നത് സത്യം മാത്രമാണ്. So in my political life I try to be as much
like a writer as I possibly can. That whatever I feel like saying, I say, and this tends to cause problems also. എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. സത്യം തുറന്നു പറയാനും എഴുത്തുകാരെ പോലെ നിർഭയനായി സത്യം തുറന്നു പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ അത് അപകടത്തിലാക്കിയിട്ടുമുണ്ട്. But I believe that I owe it to the people of India who have given me so much love and respect. I owe it to them to speak the truth to them, even when it's sometimes not that comfortable. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവർ ഇന്ത്യയിലെ ജനങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവരോട് സത്യം തുറന്നു പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് ഞാൻ ഉറച്ചു. And there Padmanabhan has much more freedom than I do. So I sort of envy him also. അവിടെ ടി പത്മനാഭൻ സാറിന് എന്നെക്കാളും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് അസൂയയുമുണ്ട്. Of course, in delivering the message, in thinking about how to deliver the message, in visualizing how to deliver the message, there is no comparison between the great writer and myself. ജനങ്ങളോടുള്ള സന്ദേശം കൃത്യമായി എത്തിക്കുന്നതിൽ, അതിൻ്റെ ഭാഷയിൽ ഒക്കെ ഒരുപാട് വ്യത്യാസം ഞാനും പത്മനാഭൻ സാറും തമ്മിലുണ്ട്. I was supposed to be given a book of Padmanabhanji's for this function. പത്മനാഭൻ സാറിന്റെ ഒരു പുസ്തകം എനിക്ക് സമ്മാനിക്കുകയുണ്ടായി ഈ ഫംഗ്ഷന് മുമ്പ്. And because I was first in Telangana, Rajasthan, in different states, I didn't end up getting the book until this morning. ഞാൻ തെലങ്കാനയിലും രാജസ്ഥാനിലും മറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനു മുമ്പ് പുസ്തകം വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയാണ് കിട്ടിയത്. To really do justice to such a great writer, I would have to first read what he has said, and unfortunately I didn't have the opportunity to do that before coming here. അദ്ദേഹത്തെ പോലുള്ള മഹാനായ ഒരു എഴുത്തുകാരനോട് പൂർണ്ണമായും നീതി പുലർത്തണമെങ്കിൽ ആ പുസ്തകം ഈ ചടങ്ങിന് വരുന്നതിന് മുമ്പേ വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കതിന് കഴിഞ്ഞില്ല. So I am very much looking forward to reading some of his short stories so I can experience the beauty of his writing. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ വായിക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ കഥകളിലെ മനോഹാരിത സ്വയം അനുഭവിച്ചറിയാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. And we also must remember that in times like today, where freedom is under attack, where hatred and violence is being spread in the society, it is people like Padmanabhanji who give us a foundation from which to fight. നമ്മുടെ സ്വാതന്ത്ര്യം നിരന്തരമായി ആക്രമിക്കപ്പെടുകയും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുമ്പോൾ ടി പത്മനാഭനെ പോലുള്ള എഴുത്തുകാരെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. It's not one individual that is speaking when Padmanabhanji writes. It seems to be that it is one person, but it's actually not one person. പത്മനാഭൻജി എഴുതുമ്പോൾ ഒരാളാണ് എഴുതുന്നത്, ഒരാളാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അത് ഒരാളല്ല. The words that he writes are actually the voice of Kerala, the voice of the history of Kerala, the tradition of Kerala, the language of Kerala. അദ്ദേഹം എഴുതുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഭാഷയാണ്, കേരളത്തിലെ സംസ്കാരമാണ്, കേരളത്തിൻ്റെ ചരിത്രമാണ്. And it is something that I am very interested in understanding. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് അതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി. I was not born here. I do not speak the language, but it is something that I am very curious about. ഞാൻ ഈ നാട്ടിലല്ല ജനിച്ചത്, ഈ ഭാഷ എനിക്കറിയില്ല, എങ്കിലും ഇതേക്കുറിച്ച് അറിയുവാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. And every day in my work in Kerala, I see some new facet of the people of Kerala. ഓരോ തവണയും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ കേരളത്തിലെത്തുമ്പോൾ ഓരോ തവണയും കേരളത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Always something that inspires me, some new way of looking at things, how you treat each other, the affection you people are able to show to each other.
These are all things that are very, very useful and interesting for me. എങ്ങനെയാണ് ഓരോ തവണയും പുതിയ കാര്യങ്ങളാണ് മലയാളികൾ എന്നെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു കാര്യങ്ങളെ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരെ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നത് എന്നുള്ള പല കാര്യങ്ങളും എന്നെ ഓരോ തവണയും മലയാളികളോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. How you are able to see other people's perspective, see other cultures, see other religions and respect them. എങ്ങനെയാണ് മറ്റ് സംസ്കാരങ്ങളോട്, മറ്റ് മനുഷ്യരോട്, മറ്റ് അഭിപ്രായങ്ങളോട് നമ്മൾ പെരുമാറേണ്ടതെന്ന് ഓരോ തവണയും ഞാൻ തിരിച്ചറിയുകയാണ് ഈ നാട്ടിൽ നിന്ന്. So in this journey of understanding Kerala, which I am on, I think Padmanabhan is going to be a tremendous guide, and his writing and his short stories are going to be a tremendous guide for me to understand my beloved Keralite people. കേരളത്തെ തിരിച്ചറിയാനുള്ള ഈ യാത്രയിൽ പത്മനാഭൻജിയുടെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ ഭാവനയും എല്ലാം തന്നെ എന്നെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് ഈ ഒരു കേരളത്തെ തിരിച്ചറിയാനുള്ള ഈ യാത്രയിൽ. He can show me direction. He can show me how to understand the people of Kerala. അദ്ദേഹത്തിന് എനിക്ക് എന്നെ വഴികാട്ടാൻ അദ്ദേഹത്തിന് കഴിയും. And people also underestimate what it means to be someone like Padmanabhan. ജനങ്ങൾ പലപ്പോഴും പത്മനാഭനെ പോലുള്ള ഒരു ആളെ what it means to be someone like Padmanabhan. എങ്ങനെയാണ് പത്മനാഭൻജിയെ പോലുള്ള ഒരാള് എങ്ങനെയാണ് എന്നറിയുന്നതിന് തന്നെ ജനങ്ങൾക്ക് ജിജ്ഞാസ ഉണ്ടാവും. This award ceremony does not reveal the hours and hours and hours of effort that he put in. ഈ അവാർഡ് സെറിമണി ഒരിക്കലും അദ്ദേഹം ചെലവിട്ട മണിക്കൂറുകൾ, ഒരുപാട് നിരന്തരമായ മണിക്കൂറുകളുടെ എഴുത്തിനെ ഒരിക്കലും അത് പ്രതിഫലിപ്പിക്കുന്നില്ല. ഈ ഒരു ഏതാനും മണിക്കൂർ സമയത്തെ ഈ ഒരു ചടങ്ങ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഉള്ള ആ എഴുത്തിൻ്റെ സബര്യയെ പൂർണ്ണമായിട്ടും പ്രതിഫലിപ്പിക്കുന്നില്ല. The struggle that he put in, the difficulty that he faced in becoming what he has become, in representing the voice of Kerala so beautifully. അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ, അദ്ദേഹം ഈ എഴുത്തിലൂടെ കേരളത്തിലെ ജനതയെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയെടുത്ത കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അതൊന്നും തന്നെ ഈ ഒരു ചെറിയ ചടങ്ങിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. So I'd like to thank him for the years and years of struggle, for the difficulties that he faced to express to the people of Kerala their own feelings. അദ്ദേഹത്തിൻ്റെ ഈ ദീർഘകാലത്തെ സംഘർഷഭരിതമായ ജീവിതത്തെയും എഴുത്ത് ജീവിതത്തെയും എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെയും എല്ലാം തന്നെ ഞാൻ സ്മരിക്കുകയാണ്. It is an honor for me to come and give him this award, and I thank everybody for coming here and supporting us. അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കാൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. Thank you. നന്ദി. Thank you, sir. Thank you so much. Thank you, Dr. Subramanian, for your wonderful translation. ഇനി പ്രതിസ്പന്ദത്തിനുള്ള സമയമാണ്. മറുപടി പ്രസംഗത്തിനായി മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പത്രപ്രവർത്തകൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരു സാഹിത്യകാരനായില്ലെങ്കിൽ എന്താകുമായിരുന്നു? എനിക്ക് അതിൻ്റെ ഉത്തരം കൊടുക്കുവാൻ ഏറെ നേരം ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുമായിരുന്നു ഞാൻ. ഇത് വളരെ സത്യമായ ഒരു മറുപടിയായിരുന്നു. കാരണം
വളരെ വളരെ ചെറുപ്പത്തിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി, കോൺഗ്രസുമായി, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് കോൺഗ്രസുമായി ഇടപഴകിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ വേറെയും ഒട്ടേറെ അനുഭവങ്ങൾ. ഒടുവിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ സത്യാഗ്രഹികളുടെ കണ്ണിൽ ചുണ്ണാമ്പ് വെള്ളം ഒഴിച്ച ബ്രിട്ടീഷ് ഭക്തന്മാർ സ്വാതന്ത്ര്യം കിട്ടിയ ആ പുലരിയിൽ ഖദർ വസ്ത്രങ്ങൾ സംഘടിപ്പിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരായി വാഴുകയും കേളപ്പനെ പോലുള്ളവർ പിന്നിലേക്ക് തള്ളപ്പെടുകയും ചെയ്തത് കണ്ടപ്പോൾ ഇനി ഇത് വേണ്ട എന്ന് കരുതിയ വ്യക്തിയായിരുന്നു ഞാൻ. എങ്കിലും സജീവമായ രാഷ്ട്രീയ താല്പര്യം എന്നുമുണ്ടായിരുന്നു. ചെറുപ്പത്തിലുള്ളത് തന്നെ ഇപ്പോഴും ഉണ്ട്. ഞാൻ എൻ്റെ യൗവനത്തിൽ കണ്ണൂരിൽ നിന്ന് കുറേ കാലം വിട്ടുനിന്നിരുന്നു. അപ്പോൾ ഇവിടത്തെ രാഷ്ട്രീയ പ്രവർത്തകരെയോ നേതാക്കളെയോ ഒന്നും എനിക്കടുത്ത് പരിചയമുണ്ടായിരുന്നില്ല. ആ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ളവർ. പിൽക്കാലത്ത് വീണ്ടും കണ്ണൂരിലേക്ക് തിരിച്ചു വന്നപ്പോൾ പഴയ കോൺഗ്രസ് നേതാക്കളെ അധികമൊന്നും കണ്ടില്ല. പുതിയ ഒരു തലമുറ ഇവിടെ ഉദിച്ചു വന്നതാണ് ഞാൻ കണ്ടത്. ആ കൂട്ടരിൽ എന്നെ ഏറെ സ്വാധീനിച്ച 2-3 വ്യക്തികളുണ്ട്. അവരുടെ പേരുകൾ പറഞ്ഞില്ലെങ്കിൽ എന്നോട് മാത്രമല്ല ഈ നാട്ടിനോടും ഈ പ്രസ്ഥാനത്തോടും ചെയ്യുന്ന വലിയൊരു അനീതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായി ശ്രീ സതീശൻ പാച്ചേനി. അദ്ദേഹം മരിച്ചപ്പോൾ കണ്ണൂർ കണ്ട വിലാപയാത്ര, അതിന് മുമ്പോ പിമ്പോ മറ്റൊരു കോൺഗ്രസ് നേതാവ് മരിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത്ര വലിയ ഒരു വിലാപയാത്രയായിരുന്നു. ത്യാഗം എന്നത് എന്താണ്? തൻ്റെ പ്രസ്ഥാനത്തോട് അങ്ങേയറ്റത്തെ കൂറ് പുലർത്തി എനിക്കെന്ത് കിട്ടും എന്ന് ആലോചിക്കാതെ തൻ്റെ സർവസ്വവും, അതധികമൊന്നും ഉണ്ടാവില്ല, സർവസ്വവും ഈ പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്ത നൽകിയ സതീശൻ പാച്ചേനി, പിന്നെ പ്രമോദ്, മാർട്ടിൻ ജോർജ് തുടങ്ങിയ വ്യക്തികളും വേറെയും ആൾക്കാരുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിൽ വളരെ പ്രധാനമായി പൊന്തി വരുന്ന വ്യക്തികൾ ഇവരല്ലേ. ഇവരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കട്ടെ. ശ്രീ കെ.സി. വേണുഗോപാൽ തൻ്റെ പ്രസംഗത്തിൽ ടാഗോറിനെ കുറിച്ച് പറയുകയുണ്ടായി. യുനെസ്കോ പൈതൃക പട്ടികയിൽ വിശ്വഭാരതി,
ശാന്തിനികേതനം പെടുത്തുന്നതിന് ഏതാണ്ട് 1 കൊല്ലം മുമ്പേ തിരുവനന്തപുരത്ത് മാർ ഇവാനിയോസ് കോളേജിൽ കോൺഗ്രസ്സിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ എനിക്ക് ടാഗോറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം തരികയുണ്ടായി. അന്ന് ഞാൻ അവിടെ വെച്ചിട്ട് പറയുകയുണ്ടായി, ശാന്തി